ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കാണിച്ചു കൊടുക്കുന്ന പോലെയാണ് ഞാൻ കാണിക്കുന്നത്. കുഴപ്പമില്ല, ആരെങ്കിലും ചിരിക്കണമല്ലുണ്ടെങ്കിൽ ചിരിച്ചാലും എനിക്ക് വിരോധമല്ല. ഞാൻ എൻ്റെ ദൗത്യമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, ഇത് രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എന്താണ്? രണ്ടാമത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, രാവിലെ ഭക്ഷണം നിങ്ങൾ രാത്രി ഒരു ഷുഗർ രോഗി രാത്രി കടക്കാൻ പോകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, എൻ്റെ പല വീഡിയോസുകൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഗ്ലാസിൻ്റെ വലിപ്പം. ആ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയും നല്ലൊരു വലിയ ടീസ്പൂൺ ഉലുവ അതിലേക്ക് ഇടുകയും അതവിടെ ഇട്ടുകാണ്ട് എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഒരു 5-5:30 മണിക്ക് രാവിലെ എത്ര നേരത്തെ കഴിയും അത്ര നേരത്തെ എണീറ്റിട്ട് വെറും വയറ്റിൽ അത് ആ ഉലുവ സ്പൂൺ കൊണ്ട് കഴിക്കുകയും, കാരണം അത് നന്നായി ഉടഞ്ഞിട്ടുണ്ടാവും, നല്ല പാകമായിട്ടുണ്ടാവും. അത് കഴിച്ചുകൊണ്ട് ഈ വെള്ളം ലേശം കുടിക്കുക. 3 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണാക്കി ഗുളിക വിഴുങ്ങുന്നത് പോലെ വായിലിട്ട് ഈ വെള്ളം കൂടി കുടിച്ചിട്ട് വിഴുങ്ങുക. ആദ്യത്തെ പണി. ഇത് തുടങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, നാളെയാണ് നിങ്ങൾ തുടങ്ങുന്നത് എങ്കിൽ, എൻ്റെ ശബ്ദം കേട്ടതിൻ്റെ ശേഷം നാളെ മുതലാണ് ഇത് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, നിങ്ങൾ കഴിക്കുന്ന ഗുളിക, ഷുഗറിന് നിങ്ങൾ കഴിക്കുന്ന ഗുളികയും നിങ്ങൾ എടുക്കുന്ന ഇഞ്ചക്ഷനും അത് മാറ്റി വെച്ചുകൊണ്ട്, അത് അടിക്കാതെ അത് കഴിക്കാതെയാണ് ഈ മരുന്നിലേക്ക് പ്രവേശിക്കേണ്ടത്. ഒരു പേടിക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലഡ് ഗ്ലൂക്കോസ് പെട്ടെന്ന് താകാനും അത് പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് നിർത്താൻ വേണ്ടി പറഞ്ഞത്. കാരണം തുടക്കം ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഇതിൻ്റെ അടിയിൽ ഞാൻ പറയാത്ത ഒരു സംഗതിയും നിങ്ങളെ വായിൽ നിങ്ങൾ വെച്ചു പോകരുത്. ഞാൻ ഈ ഗുളിക നിർത്താൻ പറയുകയും ഇൻസുലിൻ നിർത്താൻ പറയുകയും എന്നിട്ട് ഈ ഭക്ഷണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത് തെറ്റായ ഒരു കാര്യം. നിങ്ങൾ ഈ ഭക്ഷണത്തിക്ക് നിങ്ങളെ അറിവില്ലായ്മ കൊണ്ട് വന്നു പോകരുത്. ഇത് നിങ്ങളെ ഉത്തരവാദിത്തത്തിൽ നിങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ വന്ന് നോക്കൂല നിങ്ങൾ കുടിക്കുന്നില്ല എന്താ ചെയ്യണമെന്ന് നോക്കൂല. ഞാൻ പറഞ്ഞു തരുന്ന ഉത്തരവാദിത്വം, നിങ്ങൾ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ആ വെള്ളം കുടിച്ചു, ഇത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കഴിക്കാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റാണ്, രാവിലത്തെ പ്രഭാത ഭക്ഷണം. ആ ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് എപ്പോഴാണോ വിശക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് അത് ഭക്ഷണം തിരഞ്ഞെടുക്കാം. ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ ഈ ഭക്ഷണത്തിൻ്റെയും ഈ വെള്ളത്തിൻ്റെയും ഇടയിൽ നിങ്ങളെ വയറ്റിൽ വേറൊന്നും ചെല്ലാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ രാവിലെ കഴിക്കേണ്ടത് ഒരു 300 ml വെള്ളം തിളപ്പിക്കുകയും അതിൽ ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി, ഞാൻ ബ്രൂ കോഫി കഴിക്കുന്നത് കൊണ്ട് ഞാൻ കഴിക്കുന്ന ബ്രൂ കോഫിയാണ് പരിചയപ്പെടുത്തുന്നത്. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. വല്ലാതെ കയ്പില്ല ഒരു ടേസ്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഫി തിരഞ്ഞെടുക്കാം. ഇൻസ്റ്റൻറ്റ് ആയിരിക്കണം, പൊടിയായിരിക്കണം, കട്ടാകാൻ പാടില്ല. ഒന്ന്. അപ്പോൾ ഈ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൊടി ഒരു സ്പൂൺ എടുത്തിട്ട് ഈ വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ചതിൻ്റെ ശേഷം നിങ്ങൾ അതിൽ ഒരു 100 ഗ്രാമിൻ്റെ അൺസാൾട്ടഡ് ബട്ടർ, ഞാൻ ചെറുപ്പം മുതൽ ഉപയോഗിക്കുന്ന ബട്ടറാണ് അമൂൽ ബട്ടർ, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ബട്ടർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. അത് മിക്കവാറും നല്ല കട്ടിയുള്ള എരുമപ്പാൽ കൊണ്ട് നിർമ്മിക്കുന്ന ബട്ടറാണ്. നമ്മൾ വേറെ ബട്ടറും നിങ്ങൾക്ക് കഴിക്കാൻ, പക്ഷെ ഞാൻ കഴിക്കുന്ന ബട്ടർ അമൂൽ ബട്ടറാണ്, സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അതൊരു 100 ഗ്രാമിൻ്റെതായിരിക്കും ഒരു അച്ച്. നിങ്ങൾ കഴിക്കേണ്ടത് ഒരു ദിവസം 25 ഗ്രാം വരെയാണ് ഒരു ഷുഗർ രോഗി കഴിക്കേണ്ടത്. അതിൽ നിങ്ങൾ രാവിലെ ബട്ടർ കോഫി കുടിക്കുമ്പോൾ 15 ഗ്രാം ബട്ടർ കോഫി നിങ്ങൾ ആ കോഫിയിൽ ഇട്ടുകൊണ്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് അലിഞ്ഞു കിട്ടും. ഒരു നല്ല പാലിൻ്റെ പത പോലെ അതിൻ്റെ മേലുണ്ടാവും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. പിന്നെ കുറച്ച് ബദാം, കുറച്ച് വാൾനട്ട്, ഒരു കപ്പ്, ഒരു ബൗള്
ഇല്ല നിങ്ങൾ എടുക്കുക, കുറച്ച് ബദാം എടുക്കുക, കുറച്ച് വാൾനട്ട് എടുക്കുക. തുടക്കത്തെ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം കഴിക്കാൻ പാകത്തിനുള്ള വാൾനട്ടും ബദാമും എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാൻ കൂട്ടുക. ഒക്കെ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പറയാം. ഇപ്പം നിങ്ങൾ ഒരു മാസത്തെ രോഗിയായ നിങ്ങൾക്കുള്ള ഭക്ഷണം മരുന്നാണ് നിങ്ങൾ കഴിക്കുന്നത്. ആ മരുന്ന് എന്ത് വില കൊടുത്തു നിങ്ങൾ വാങ്ങണം. അതൊരു 100 ഗ്രാം വീതം വാങ്ങിയാൽ ഒരു 200 രൂപയ്ക്ക് ഉണ്ടാവും. അതന്നെ നിങ്ങൾക്ക് 2-3 ദിവസം തിന്നാണ്ടാവും. മനസ്സിലായില്ലേ? അല്ലാതെ ഇത് ബദാം വാൾനട്ട് എങ്ങനെ ഞങ്ങൾ കഴിക്കാൻ, ഞങ്ങളെ കൊണ്ട് കഴിക്കാൻ കഴിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു വലിയൊരു അസുഖം വന്നാൽ ഒരു മാസത്തെ 2 ആഴ്ചത്തെ 2 ദിവസത്തെ 10 ദിവസത്തെ മരുന്നിന് എത്ര നിങ്ങൾ 1000, 1500, 2000 രൂപ വില. അത് വാങ്ങി നമുക്ക് കഴിക്കാൻ കഴിയും. എന്നാൽ നമുക്കിത് മാറാനുള്ള മൊത്തത്തിലുള്ള മരുന്നിന് അത്ര വരുന്നില്ല ഭക്ഷണത്തിന്. അപ്പം നിങ്ങൾ ബദാം മേടിക്കുക, ഒരു 100 ഗ്രാം വീതം ബദാം മേടിക്കുക, 100 ഗ്രാം ബദാം മേടിക്കുക, ഒരു 150 ഗ്രാം വാൾനട്ട് മേടിക്കുക. ഇത് നിങ്ങളെ ശരീരത്തേക്ക് ചെല്ലത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. കാരണം ഇതുവരെ നിങ്ങളെ ശരീരത്തിൽ അങ്ങനത്തെ നല്ല ഭക്ഷണം ചെന്നിട്ട് നിങ്ങളെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണില്ല. അതുകൊണ്ടാണ് ഈ ഒരു മാസത്തെ കൃത്യമായിട്ടുള്ളൊരു പാക്കേജ് രൂപത്തിൽ ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഇതിൽ മാറ്റത്തിരുത്തുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെയാണ് ഇതിൻ്റെ ഉത്തരവാദി, ഞാനല്ല. എന്തുകൊണ്ട്? പറഞ്ഞു തന്നിട്ടും പറഞ്ഞു തന്നതല്ല ചെയ്യണത് എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ അസുഖം മാറാനാണ്, എൻ്റെ അസുഖം മാറാനാണ് ഞാൻ ചെയ്യണ എന്ന ബോധത്തോടു കൂടി ചെയ്താൽ, ആത്മാർത്ഥമാക്കി ചെയ്താൽ നിങ്ങൾ അസുഖം മാറും. 100% നിങ്ങളെ ഷുഗർ മാറും. അപ്പം നിങ്ങൾ ഒരു ബോള് ബദാമും വാൾനട്ട് എടുത്തു, ഒരു 2-3 അണ്ടിപ്പരിപ്പ് അതിലിട്ട്. അപ്പം കോഫിയായി, നട്ട്സായി 2. 3 നിങ്ങൾ ഒരു 2 മുട്ടയാണ് നല്ലത്. അത് നിങ്ങൾക്ക് 3 മുട്ട ആവാം, 4 മുട്ട ആവാം. ഇപ്പോൾ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ 2 മുട്ട പുഴുങ്ങിയത് ഫുള്ളായിട്ടും 2 മുട്ട നിങ്ങൾക്ക് പുഴുങ്ങിയതിന് ശേഷത്തെ മഞ്ഞ ഒഴിവാക്കിയിട്ടും ആ വെള്ളം കഴിക്കാം. അപ്പോൾ അത്യാവശ്യം വലിയൊരു നാഷ്ടായി. ഇത്രയൊന്നും കഴിക്കാൻ കഴിയൂല കേട്ടോ, ഓരോരുത്തർക്കും കഴിക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ ആദ്യം എടുത്തിട്ട് എത്രയാണോ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നത് അത്ര പിന്നെ ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. അപ്പോൾ ഇനി ബുൾസൈയാണ് അടിക്കണമെങ്കിൽ നിങ്ങൾ 3 മുട്ടൻ്റെ ബുൾസൈ അടിക്കാം, 2 മുട്ടൻ്റെ ബുൾസൈ അടിക്കാം. അത് നിങ്ങളെ ഇഷ്ടം, നിങ്ങൾക്ക് ഏതാണോ ടേസ്റ്റ്. കാരണം ഒരു മാസം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് ഇനി നിങ്ങൾക്ക് അതിൽ ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നല്ലൊരു അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ അത് നിങ്ങളെ ഇഷ്ടത്തിനാണ് ഞാൻ വിട്ടുതരുന്നത്. കഴിക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു തന്നെ, രാവിലെ എന്ത് കഴിക്കണം. അപ്പോൾ അത് കഴിച്ചു. നിൻ്റെ വേറൊരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ചെയ്യുന്നത് ഈ രീതിയൊക്കെ ഞാൻ സ്വീകരിക്കും. ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, എല്ലാ പച്ചക്കറികളും ചേർത്ത് നല്ലൊരു ബോളിലെടുത്ത് ഒരു 3 മുട്ട അതിൽ ഇട്ട് അതിൽ ഉള്ളി ഇടും, അതിൽ പച്ചമുളക് ഇടും, തക്കാളി ഇടും, കുറേ പച്ചക്കറികളിടും. എന്നിട്ട് അതിൽ പിന്നെ വെളുത്തുള്ളി ഇടും, ഇഞ്ചി ഇടും, പിന്നെ കുരുമുളക് പൊടി ഇടും. ഇതൊക്കെ ഇട്ടിട്ട് ഒരു അപ്പ രൂപത്തിൽ, കനല്ല ഒരു അപ്പ രൂപത്തിലാക്കിയിട്ട് എടുക്കും. അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഈ മുട്ട കഴിക്കാം. അപ്പം 3. 4ാമത് നിങ്ങൾക്ക് കഴിക്കാനുള്ള പച്ചക്കറികളാണ്. പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളും ഒരു ഷുഗർ രോഗിക്ക് അനുവദനീയമാണ്. എല്ലാ പച്ചക്കറികളും, ചീര, പാലക്കിൻ്റെ ഇല, ഉലുവൻ്റെ ഇല, പച്ചച്ചീര, ചുവപ്പ് ചീര, എല്ലാ പച്ചച്ചീരകളും പച്ചക്കറികളും നിങ്ങൾക്ക് അനുവദനീയമാണ്, നമുക്ക് അനുവദനീയമാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ വാങ്ങേണ്ടത് എങ്ങനെയാണ്? ഒന്നായിട്ട് കിലോ കണക്കിന് കൊണ്ടുവരാൻ പാടില്ല. രോഗിക്ക് എന്നുള്ള നിലക്ക് ഓരോന്ന് വാങ്ങിയാൽ മതി. ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം, ചെറിയ ഒരു പിന്നെ മുട്ടക്കോസ്, ഗോബി, പിന്നെ ചെറിയ ഒരു ഫ്ലവർ വെള്ള, പിന്നെ കുറച്ച് പയർ, കുറച്ച് അത്, അങ്ങനത്തെ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചാൽ, കായ, പിന്നെ പൊണ്ണക്കായുണ്ട് കഞ്ഞിക്ക് കൂട്ടണേ, അതിലത്തെ ഒരു ചെറിയ കഷ്ണം. അപ്പോൾ അതൊക്കെ എന്തൊരു ടേസ്റ്റിന് കാരണമാവും, കണ്ടമാനല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാടെ നിങ്ങൾ ഒന്നിമ്മൻ തന്നെ ചെറിയ കഷ്ണമായി കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് നിങ്ങൾ വാങ്ങിയ സാധനം ഉണ്ടാവും, ഓരോന്നും വാങ്ങിയത്. അപ്പം ഇതിലിനി ചേർക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പച്ചക്കറി മേടിക്കുമ്പോൾ നിങ്ങളെ സലാഡിൽ ഉൾപ്പെടാൻ പറ്റാത്ത കാര്യമാണ് ഉരുളൻ കിഴങ്ങ്. ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല.
മധുരക്കിഴങ്ങ് ഉൾപ്പെടാൻ പാടില്ല, കപ്പ ഉൾപ്പെടാൻ പാടില്ല, അതേപോലെ തന്നെ ക്യാരറ്റ് ഉൾപ്പെടാൻ പാടില്ല, ബീട്രൂട്ട് ഉൾപ്പെടാൻ പാടില്ല, ചേമ്പ് ചേന ഉൾപ്പെടാൻ പാടില്ല, മൂലി ഉൾപ്പെടാൻ പാടില്ല. ഇത്തരം കിഴങ്ങ് വർഗ്ഗങ്ങൾ നിങ്ങളെ സലാഡിൽ നിന്ന്, പച്ചക്കറിയിൽ നിന്ന് മാറ്റി വെക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സലാഡ് നിങ്ങൾക്ക് എന്തിൽ കഴിക്കാം? ബട്ടർ. നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്തൊക്കെയാണ്? ബട്ടർ, അൺസാൾട്ടഡ് ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടർ ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ബട്ടർ എന്ന് പറഞ്ഞാൽ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ബട്ടർ എന്ന് പറഞ്ഞാൽ വെണ്ണയാണ്. അത് മാത്രമല്ല, രണ്ടാമത്തേത് കോക്കോനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ. മൂന്നാമത്തേത് ശുദ്ധമായ നെയ്യ്. ഒരു ചെറിയ കുപ്പി മേടിച്ചാൽ മതി. നിങ്ങൾക്കായിട്ടാണ് മേടിക്കുക. ഇതൊക്കെ ഒരു ഷുഗർ രോഗിക്കുള്ള മരുന്ന് നിലനിൽക്ക് 1000 2000 ചിലവാക്കിയിട്ട് അവനാൻ്റെ ആവശ്യത്തിന് എത്രയാണ്? 500 റുപ്യക്കാണ്, 500 റുപ്യക്ക്, 100 റുപ്യക്കാണ്, എത്രയാണോ അവന്. പച്ചക്കറിക്ക് ഇപ്പോൾ എത്രയാ നിങ്ങൾക്ക് അറിയില്ലേ? കിലോ കണക്കിനല്ല വാങ്ങണ്ടേ. അപ്പോൾ ഇത് മനസ്സിലായി. കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഏതിൽ? ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് മനസ്സിലായി. ഈ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു മാസം തൊടാനേ പാടില്ല ഏതവസ്ഥയിലും. അത് ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും വിഷയത്തിൽ പറയാൻ വിട്ടുപോയാലും നിങ്ങൾ മറക്കരുത്. അതാണ് എൻ്റെ വീഡിയോ പൂർണ്ണമായി കാണണമെന്ന് പറയാൻ കാരണം. പിന്നെ നിങ്ങൾ ഈ ഭക്ഷണം തുടങ്ങുന്നത് നിങ്ങൾ കഴിക്കുന്ന മരുന്ന് നിർത്തി വെച്ച് കൊണ്ടായിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത്. നിങ്ങൾ ഇൻസുലിൻ എടുത്തിട്ട് ഈ ഭക്ഷണത്തേക്ക് പ്രവേശിക്കരുത്. അങ്ങനത്തെ ആൾ നിർബന്ധമായിട്ട് ഇത് കഴിക്കേണ്ടതില്ല, ആവശ്യമില്ല. നിങ്ങൾക്ക് മാറണ്ട. നിങ്ങൾ ഇൻസുലിൻ എടുത്ത് കഴിക്കണേനെ കഴിച്ച് നടന്നോളി. അതെനിക്ക് പറയാനുള്ളൂ. അതേപോലെ തന്നെ ഗുളിക കഴിക്കുന്ന ആളുകളും ഗുളിക നിർത്തിയിട്ട് വേണം ചെയ്യാൻ. കുറച്ചൊരു ധൈര്യം വേണം. മനസ്സിലായില്ലേ? ഇൻസുലിൻ എടുത്ത് കൂടുതൽ അസുഖമുള്ള ആളാണ് എങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം. ഓവറില്ല ആളാണെങ്കിൽ 2 ആഴ്ചയിൽ ചെക്ക് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാകൽ തുടങ്ങും. കാരണം ഈ ഭക്ഷണങ്ങൾ കഴിച്ച് ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് നിങ്ങൾ കഴിച്ചാൽ ഉച്ചവരെ നിങ്ങൾക്ക് വിശക്കുകയില്ല. തീർച്ച. ഉച്ചവരെ നിങ്ങൾക്ക് വിശക്കൂല, വയറ് കമ്പിക്കൂല, വയറ് വീർക്കൂല, വയറ് നോർമലാവും. വീർത്ത വയറ് കുറഞ്ഞു പോകും. കുറഞ്ഞിട്ട് ഒരു ടൈറ്റായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഭക്ഷണം ഉണ്ട്, വിശക്കണില്ല. പക്ഷെ തിന്നാവുമായി നടന്ന മനുഷ്യന്മാർക്ക്, ഇങ്ങനെ കോഴികൾ കൊത്തുന്നത് പോലെ തന്നെ എല്ലാം കൊത്തി നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ അവരുടെ വായക്ക് ഇത് തികയില്ല. പക്ഷെ ഒരു മാസം നിങ്ങൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളിത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമില്ല. പിന്നെ നിങ്ങളെ ഇഷ്ടത്തിന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനും ഫലമല്ല. നിങ്ങളെ ഇഷ്ടമാണ്. അത് നിങ്ങൾ ചെയ്യുന്നപ്പോൾ എനിക്ക് വേണ്ട അറിയാൻ പറ്റുമോ? ഞാൻ കാണണമെന്നില്ലല്ലോ. എനിക്ക് ഇന്നെ കാണിക്കാനല്ലല്ലോ ഇത് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളെ രോഗം മാറാനല്ലേ. അപ്പം നിങ്ങൾ ആവശ്യക്കാരതിനനുസരിച്ച് നിൽക്കും. അത്രയും എനിക്കിതിന് പറയാനുള്ളൂ. അപ്പം ഞാൻ അത് പറഞ്ഞു. ഇനി 3ാമത്തെ വീഡിയോയിലേക്കാണ് അടുത്തത്. ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം. അപ്പം രാവിലത്തെ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു. ഇനി ഉച്ചയ്ക്ക്. ഇതിൻ്റെ ഇടയിൽ ഞാൻ മറക്കാതെ പറഞ്ഞു, കിഴങ്ങ് വർഗ്ഗങ്ങൾ പൂർണ്ണമായി ഷുഗർ രോഗി നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. കിഴങ്ങ് വർഗ്ഗങ്ങൾ അല്ലാത്ത മുഴുവൻ പച്ചക്കറികളും നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങളെ ഇഷ്ടത്തിന് വേവിച്ച് കഴിക്കാം. വെളിച്ചെണ്ണയിൽ കഴിക്കാം, ബട്ടറിൽ കഴിക്കാം, നെയ്യിൽ കഴിക്കാം. ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാം. പാലക്ക് കൊണ്ട് പാലക്ക് പനീർ ഉണ്ടാക്കാം. പാലക്കിൻ്റെ ഇല കൊണ്ട് അതിൽ നിങ്ങൾക്ക് പനീർ ഇട്ടുകൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കാം. ഒരു പച്ചക്കറി ഉണ്ടാക്കാം. ഇനി ഉച്ചക്കുള്ളതാണ് 3ാമത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ 3ാമത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുന്നേ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തിന്? നിങ്ങൾക്ക് അടുത്ത വീഡിയോ കിട്ടാനും അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും. നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കൾ, നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ 5 ആൾ വെച്ചിട്ട് ആ മുഴുവൻ ആളുകൾക്കും നിങ്ങൾ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. ഒരാൾക്ക് അതിൽ ഉപകാരപ്പെട്ടാൽ ഞാൻ ചെയ്യുന്ന ദൗത്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് കേൾക്കുക. ഇതുവരെ കേട്ടതിന് നന്ദി.
എല്ലാവരും അസുഖം മാറട്ടെ എന്ന ഒരു പ്രതിജ്ഞ നിങ്ങളും എടുക്കുക. നിങ്ങൾ അസുഖം മാറട്ടെ എന്ന് നിങ്ങൾ സത്യപ്രതിജ്ഞ എടുക്കുക. എന്നിട്ട് എൻ്റെ അസുഖം ഞാൻ മാറ്റിയിട്ടേ അടങ്ങുള്ളൂ, 1 മാസം ഞാൻ ക്ഷമയോടുകൂടെ നോക്കും എന്നൊരു വിശ്വാസത്തിൽ തുടങ്ങുക. നിങ്ങൾക്കത് ബോധ്യമാവുന്നില്ല എങ്കിൽ, ശരാശരി നേരാവണ്ണം ചെയ്തിട്ട് മാറുന്നില്ല എങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തുടരാം, ഇല്ലെങ്കിൽ തുടരാതെ നിൽക്കാം. പക്ഷേ ചെയ്യാതെ ഇത് ശരിയെന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്നത് താങ്ക് യു. ഞാൻ നിർത്തുന്നു.